അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ രസകരമായ അടുത്ത വീഡിയോ ആയിട്ടാണ്. വേറൊന്നുമല്ല, കഴിഞ്ഞ വർഷത്തെ നമ്മുടെ തിയേറ്ററിലെ ഏറ്റവും മോശം അനുഭവങ്ങൾ സമ്മാനിച്ച കുറച്ച് പടക്കങ്ങളെ പറ്റി സംസാരിക്കാനാണ്. ദൈവം സഹായിച്ച് ഈ വർഷവും അതെ ആവശ്യത്തിന് ഉണ്ടാകും എന്ന് തോന്നുന്നു ഇപ്പോഴത്തെ അനൗൺസ്മെൻറ്റൊക്കെ കണ്ടിട്ട്. സോ കഴിഞ്ഞ വർഷം നമ്മളെ തിയേറ്ററിൽ വളരെയധികം ഡിസപ്പോയിൻറ്റ് ചെയ്യിപ്പിച്ച സിനിമകളുടെ ലിസ്റ്റുകളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇതിൽ നമ്മൾ റാങ്ക് ചെയ്യുക എന്നുള്ള സംഭവമില്ല. നമ്മൾ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു 5 എണ്ണം നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ എങ്ങനെയാണ് റാങ്കിങ് കൊടുക്കുന്നത്? അതെ, റാങ്ക് കൊടുക്കാതെ ബുദ്ധിമുട്ടാണ്. എല്ലാം കൂടെ ഒറ്റ റാങ്കിൽ കിടക്കേണ്ട പടങ്ങളാണ്. പക്ഷേ എന്നാലും നമ്മളിതിനെ 5 പടങ്ങളായിട്ട് എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് 2 സ്പെഷ്യൽ മെൻഷൻ വേറെ ഉണ്ട്. ഇത് 2 സംഭവങ്ങളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ പ്രതീക്ഷിച്ച് പോയി നമ്മളെ വല്ലാണ്ട് ഡിസപ്പോയിന്റ് ചെയ്തതുകൊണ്ട് അതേസമയം നമുക്ക് ട്രെയിലർ കാണുമ്പോഴേ അറിയാം ഇത് പടക്കമായിരിക്കും എന്ന്. അങ്ങനെ തന്നെ അതായത് നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഒത്ത് ഉയർന്ന പടം, അതായത് നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചത് അത് തന്നെ ഡെലിവറി ചെയ്ത പടങ്ങളുണ്ട്. രണ്ട് രീതിയിൽ വേഴ്സ്റ്റ് ആയ പടങ്ങളാണ്. സോ നമ്മുടെ ലിസ്റ്റിലെ 5ാമത്തെ സിനിമ എന്ന് പറയുന്നത് ബ്രഹ്മാണ്ഡ ഡയറക്ടർ ശങ്കർ സാറിൻ്റെ ഗെയിം ചേഞ്ചറാണ്. അപ്പോൾ അതിൻ്റെ ട്രെയിലർ കാണുമ്പോഴേ നമുക്കറിയാമല്ലോ. കാരണം ഇന്ത്യൻ 2-ൻ്റെ അവസ്ഥ വെച്ചിട്ട് തന്നെ നമ്മൾ ഓൾറെഡി ഊഹിച്ചിരിക്കുകയാണ്. ഗെയിം ചേഞ്ചറിൻ്റെ പരിപാടി കുറച്ച് പോയിരിക്കുകയാണ്. രണ്ടും ഒരേ സമയത്ത് എടുത്തതാണ്. ഇങ്ങനെ അപ്പുറം ഒരു ദിവസം ഇന്ത്യൻ 2 ഷൂട്ട് ചെയ്യും, അടുത്ത ദിവസം ഗെയിം ചേഞ്ചർ ഷൂട്ട് ചെയ്യും. അങ്ങനെ ഇവൻ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇന്ത്യൻ 2 ബെറ്റർ ആയിരുന്നു. അതെ, അങ്ങനെ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇന്ത്യൻ 2-നേക്കാൾ ബെറ്റർ. ഇന്ത്യൻ 2 ഞാൻ കണ്ടിട്ടില്ല. അതെ, ബെറ്റർ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ 2 ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ബെറ്റർ എന്ന് പറയുന്നത് എങ്ങനെയാണ് ചോദിക്കാൻ വരുമായിരുന്നു. സോ അപ്പോൾ ഗെയിം ചേഞ്ചർ ആയിരുന്നു. നമുക്ക് ഭയങ്കര രസം. ബേസിക്കലി പടം നമുക്ക് തിയേറ്ററിൽ മോശം എക്സ്പീരിയൻസ് ആയിരുന്നെങ്കിലും ഗിൽറ്റി പ്ലഷർ പോലെ അവിടെ എവിടെയൊക്കെ നമ്മൾ ആസ്വദിക്കും പടത്തിന്, അല്ലേ? നമുക്ക് എല്ലാ സിനിമയും പറഞ്ഞ് ആസ്വദിക്കാം, കാണാൻ വയ്യ. അതെ കണ്ടോണ്ടിരിക്കുമ്പോൾ ഇത് എന്തോ തന്നെ എന്ന് ചിന്തിച്ചെങ്കിൽ നമ്മൾ കുറച്ച് രസകരമായിട്ടിരിക്കും. അത് ശങ്കറിന്റെയും പ്രൊഡ്യൂസറിന്റെ എല്ലാം ഗെയിം ചേഞ്ച് ആയി. ശങ്കറിന് ഇനി വലിയ പടങ്ങളെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ പ്രൊഡ്യൂസർമാർ പറയും, മോനെ കുറച്ചുകൂടെ പാട്ട് ചെയ്യാൻ കോടികൾ മുടക്കി 75 കോടിക്കുന്ന ഒരു പാട്ട് ഇടുന്നത് പടത്തിൽ പോലും വെക്കാൻ പറ്റില്ല. അല്ല, ഒരു പാട്ട് അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ നടന്ന ഒരു വലിയ പരിപാടിയായിരുന്നു. അതായത് കുറേ കാശ് പോയി. ദിൽരാജു ആയിരുന്നു പ്രൊഡ്യൂസർ. അതോടെ പുള്ളി നിർത്തിയെന്നാണ്. പുള്ളി ഇനി അങ്ങനെ ഒരു പരിപാടി ചെയ്യില്ല എന്നൊക്കെ പറയുന്ന അവസ്ഥയിലായി. സോ നമ്മുടെ ലിസ്റ്റിലെ 4ാമത്തെ സിനിമ എന്ന് പറയുന്നത് ഒരുപാട് വർഷത്തിന് ശേഷം മണിരത്നവും കമൽഹാസനും ഒന്നിച്ച ഡ്രീം കോംബോ. അതെ, നായകന് ശേഷം ഒന്നിച്ച AR റഹ്മാൻ. ഇവർ 3 പേരും ഒരു നായകന് ശേഷം ഒന്നിച്ച സിനിമയായിട്ടുള്ള തഗ് ലൈഫ്. ഒരു കിടിലം പ്രൊമോ ഒക്കെ ഉണ്ടാക്കിയിട്ട് വന്നൊരു പടമായിരുന്നു. പ്രൊമോ ഒക്കെ കാണുമ്പോൾ നമ്മൾ ഗംഭീര പരിപാടിയായിരിക്കും എന്ന് വിചാരിച്ചു. ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്തതൊന്ന്, കിട്ടിയത് മറ്റൊന്ന് എന്ന് പറയുന്ന പോലെയാണ്. നമ്മൾ ഇത്രയും വേഴ്സ്റ്റ് പടമായിരിക്കും എന്നുള്ള ചിന്ത നമുക്കില്ല. നമ്മുടെ മനസ്സിൽ ഇത് മണിരത്നത്തിൻ്റെ തന്നെ ഫിലിമോഗ്രാഫിയിൽ കുറച്ച് ചിലപ്പം മിക്സ്ഡ് റെസ്പോൺസ് ഭയങ്കരമായിട്ട് ഉണ്ടാകാൻ പോകുന്ന സിനിമയായിരിക്കും എന്ന ചിന്തയിലാണ് ഈ സിനിമ നമ്മൾ കാണാൻ പോയത്. പക്ഷേ നമ്മൾ മിക്സ്ഡിൽ നിന്ന് നേരെ വേഴ്സിലേക്ക് അങ്ങ് പോകും. ഇതിനകത്ത് മണിരത്നം സിനിമകളുടെ എല്ലാം ഒരു സ്പൂഫ് സീൻസ് ഉണ്ട്. മണിരത്നം സിനിമകളിൽ നമ്മൾ അത് ഗംഭീര സീനല്ലേ എന്ന് പറഞ്ഞ ഒരു സീനിന്റെ ഒരു സ്പൂഫ് വേർഷൻ ഇതിനകത്തുണ്ട്. നാളെ മണിരത്നം മറ്റു പറയും ഞാനൊരു സ്പൂഫർ എടുക്കാനുള്ള ശ്രമമായിരുന്നു പറയുന്നത്. അങ്ങനെ പറയലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെ, സിനിമയിൽ അറിയാലോ. സിനിമയ്ക്ക് ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഈ പടത്തെ പറ്റി നമ്മൾ പറയുമ്പം ഇതിൻ്റെ റോസ്റ്റും എല്ലാം കണ്ട, അല്ലെങ്കിൽ സിനിമ തിയേറ്ററിൽ കണ്ട ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലാവും അവർക്ക് എന്താണ് തിയേറ്ററിൽ നിന്ന് കിട്ടിയിരുന്നത്. മെയിൻ മീമായിട്ട് യൂസ് ചെയ്യുന്ന മറ്റേ കമലഹാസൻ പറയുന്നില്ല, ഷുഗർ പോലെ ഒരു വ്യാധിയാണിത്. ചുഗ് ലൈഫ് എന്നാണ് പറയുന്നത് ശരിക്കും. സോ നമ്മുടെ ലിസ്റ്റിലെ 3ാമത്തെ സിനിമ അത് വടക്കൂന്നാണ്. ഹൃതിക് റോഷനും ജൂനിയർ NTR, തെലുങ്കിൽ നിന്ന് ജൂനിയർ NTR വന്ന് വാർ 2 സ്പൈ യൂണിവേഴ്സിലെ ഏറ്റവും വലിയ ശോകം പടമായിട്ട് മാറിയിരിക്കുന്ന വാർ 2 ആണ്. രണ്ടറ്റത്തു നിന്നുള്ള സൂപ്പർ സ്റ്റാർ കൈകോർത്തിട്ടും അതെ അയ്യോ അത് നമ്മളെ കൊണ്ട് ഒട്ടും താങ്ങാൻ പറ്റാത്ത ഒരു ഡേ ആയിരുന്നു. തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ആ വാർ 2 ആണ് നമ്മുടെ ലിസ്റ്റിലെ മുഴുവൻ കവർ ചെയ്തിട്ട് അത് കണ്ടോണ്ടിരിക്കാൻ പറ്റും. അതെ തീർക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അതൊരു വേൾഡ് ടൂർ പോലെ അല്ലേ. പടം ഇങ്ങനെ 10 മീൽ ഓരോ രാജ്യത്തേക്ക് സഞ്ചരിക്കുന്നു. അവിടെയൊക്കെ ഒരുപാട് പരിപാടികൾ, ആക്ഷൻ, പാട്ട്, ഡാൻസ്, ബിക്കിനി, അങ്ങനെ ഒരുപാട് ഗുണമുണ്ടായി. ഇത് കഴിഞ്ഞ് എന്നോട് ചെയ്ത ഒരു 4-5 പടം കട്ട് ചെയ്തവർ. അതെ, അടുത്ത ആൽഫ അല്ല അതുണ്ട്, അത് ഓൾറെഡി ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമല്ലോ, അത് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ പരിപാടിയൊക്കെ തീരാറായെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് ഇനി ട്രാഷ് ചെയ്യാൻ പറ്റത്തില്ല, ഇറക്കി വിടാനേ പറ്റത്തില്ല. ഈ NTR വെച്ചൊരു സോളോ ഉണ്ടായിരുന്നു, അത് അവർ വേണ്ടെന്ന് വെച്ച് തോന്നുന്നു. ഇതിനകത്ത് തന്നെ ഇന്ത്യൻ്റെ കഥയുണ്ട് പകുതി. അല്ല, NTR ഇതിനിടയ്ക്കോടെ പോയി സംഭവം. ഇതിനകത്ത് തന്നെ NTRന്റെ കഥയുണ്ട്. ഞങ്ങൾ അതുകൊണ്ട് സംതൃപ്തരാണ്. ഇനി കൂടുതലൊന്നും അറിയണമെന്നില്ല അല്ലേ. സോ നമ്മുടെ ലിസ്റ്റിലെ 2ാമത്തെ സിനിമ അതും അങ്ങ് തെലുങ്ക് നാട്ടിൽ നിന്നാണ്. എവിടുന്ന് മാത്രമല്ലല്ലോ, മലയാളത്തിൽ ആളുണ്ടായിരുന്നു. അതെ, കണ്ണപ്പ നമ്മുടെ പ്രതീക്ഷ തെറ്റിക്കാത്ത പടമായിരുന്നു. കാര്യം നമ്മൾ ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് പടക്കം
കൾട്ട് ബോംബ് ഒരു വ്യത്യാസമില്ല. തിയേറ്ററിൽ നമുക്ക് അത് തന്നെ ഡെലിവറി ചെയ്തു. അത് പക്ഷേ ഇത് പെട്ടെന്ന് പൊട്ടുന്നില്ല, നീണ്ട് കിടക്കുക. 3 മണിക്കൂർ 5 മിനിറ്റ് നീളമുള്ള ബോംബായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും നേരം സഹിച്ച് ക്ഷമയോടെ. പക്ഷേ ഇതിന്റെ ബേസിക് സ്റ്റോറി ലൈൻ ഒരു വൃത്തിയുള്ള ടീമിന്റെ കിട്ടിയിരുന്നെങ്കിൽ നല്ലപോലെ എടുക്കാവുന്ന ഒരു എന്താ പറയാ കഥയാണ്. കഥ പക്ഷെ അവരെടുത്തു വന്നപ്പോൾ കുറച്ച് അല്ലേ പാളി. അതെ, നായകനാണ് ഇത്. പടം മൊത്തത്തിൽ പാളി. പടത്തിൽ എല്ലാവരും പാടില്ലായിരുന്നു. കൂട്ടത്തിൽ കുറച്ച് കിട്ടിയത് ലാലേട്ടൻ മാത്രമേ ഉള്ളൂ. അതെ, കാരണം ലാലേട്ടൻ പടത്തിൽ 5 മിനിറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കിട്ടിയാലേ. ആ അവസ്ഥയിലായിരുന്നു സിനിമ. സോ നമ്മൾ ഒന്നാമത്തെ പടം ഏതാണെന്ന് പറയുന്നതിന് മുമ്പ് നമ്മുടെ സ്പെഷ്യൽ മെൻഷൻ പടങ്ങൾ പറയാം. അതെ അതെ, ഈ ലിസ്റ്റിനകത്ത് കുത്തിക്കയറ്റാൻ പറ്റാഞ്ഞ കുറച്ച്. അതെന്തുകൊണ്ടാ വെച്ചാൽ നമ്മൾ 5 പടം ഒന്നും പറഞ്ഞു പോയില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ ഇതെങ്ങനെ ഒരു ടോപ്പ് 7 എങ്ങനെ പറയുന്നത്? ടോപ്പ് അല്ലല്ലോ, വേഴ്സ്റ്റ് 5. ഇതിന്റെ മേക്കേഴ്സ് നമ്മളെ രക്ഷപ്പെട്ടു സ്പെഷ്യൽ മെൻഷൻ വിടില്ല ഞാൻ എന്ന് പറയുന്നത്. സ്പെഷ്യൽ മെൻഷനിൽ നമ്മൾ പറയാൻ പോകുന്ന സിനിമ, ഒന്നാമത്തെ സിനിമ അങ്ങ് വടക്കുന്ന് വന്നതാണ് പരം സുന്ദരി. അതെ അതെ, പരം സുന്ദരിയുടെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ സുഖം ആലോചിച്ച് ചോദിക്കുക നിങ്ങൾ. ഈ സിനിമ ആലപ്പുഴ റിലീസില്ലാഞ്ഞിട്ട് ഞാനിവിടുന്ന് ചങ്ങനാശ്ശേരി വരെ പോയി ഒറ്റയ്ക്കിരുന്ന് കണ്ട സിനിമയാണ് പരസുന്ദരി. നല്ല ഇനം ബോംബെന്ന് പറഞ്ഞാൽ അവിടെ പോയി മേടിച്ചത്. അതായത് ഞാനത് ആ സിനിമ നമ്മുടെ പ്രതീക്ഷിച്ചിരിക്കുന്ന സിനിമയാണ്. കാരണം ആ സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ അറിയാം ഇതൊരു ബോംബ് പടം. അത് അങ്ങനെ തന്നെ നമ്മളെ ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, മറ്റേ കേരളത്തിലുള്ളവരെ കളിയാക്കുന്ന കുറെ. അപ്പൊ അത് നമുക്ക് അറിയാം, ഇത് കളിയാക്കാനാണ്, ഇത് കുറച്ച് വളിപ്പായിരിക്കും. ആ വളിപ്പ് അങ്ങനെ തന്നെയാണ് ആ സിനിമ. അപ്പൊ അതുകൊണ്ട് അതുപോലെ തന്നെ നമ്മൾ കണ്ടത് അങ്ങനെ. അതെ, അതന്നെ. അതും ഈ പറഞ്ഞ ആ സിനിമ നമ്മൾ സ്പെഷ്യൽ മെൻഷൻ വെക്കാൻ കാരണം ആ സിനിമ അല്ല, നമ്മൾ ആ പടത്തിന് എഴുതി കണ്ടു എൻജോയ് ചെയ്യാൻ പറ്റും. അതെ, ആ സിനിമ ബോറാണ്, ആ സിനിമ വളിപ്പാണെങ്കിലും ആ സിനിമ അങ്ങനെ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു വല്ലാതെ സുഖം, ഒരു സുഖം. മലയാളി എനിക്ക് തോന്നിച്ചു. അതുകൊണ്ട് മാത്രം അതിനെ സ്പെഷ്യൽ മെൻഷൻ വെച്ചിരിക്കും. പാട്ടുകളുടെ രസം ഉണ്ടായിരുന്നു. അതെ, സ്പെഷ്യൽ മെൻഷനുള്ള രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് അങ്ങ് വിദേശത്തു നിന്ന് വന്ന യൂണിവേഴ്സൽ സ്റ്റുഡിയോയുടെ ജുറാസിക് പാർക്കിന്റെ റീബൂട്ടിംഗ് ആയിട്ടുള്ള റീബർത്ത് ജുറാസിക് വേൾഡ് റീബർത്ത് അല്ലേ? ഇത് നമ്മൾ ഈ പറയുന്ന പോലെ ഈ റീബൂട്ടിംഗ് ആയതുകൊണ്ട് ഞാൻ പിന്നെ സിനിമയുടെ ഡയറക്ടർ ഗാരത്ത് എഡ്വേർഡ്സ്. അതെ, ഈ റീബൂട്ട് അതായത് ഈ കഴിഞ്ഞ വേൾഡ് സീരീസ് ഓഫ് പടങ്ങള് അത്ര വർക്കായില്ല. റീബൂട്ട് ചെയ്യുമ്പോൾ അത് ഗാരത്ത് എഡ്വേർഡ്സ് പോലെ ഒരാൾ റീബൂട്ട് ചെയ്യുമ്പോൾ. ഗാരത്ത് എഡ്വേർഡ്സിനെ പറ്റി പറയുമ്പോൾ അത് എന്തുകൊണ്ടാണ് ഒരുപാട് പേർക്ക് പുള്ളി അത്രയും വലിയ പടം ചെയ്തിട്ടുണ്ട്. പുള്ളി ചെയ്ത ഗോഡ്സില്ല ഭയങ്കര ഫേവറേറ്റ് പടമാണ്. അതായത് ഗോഡ്സിലയുടെ റീബൂട്ടിന്റെ ഫേവറേറ്റ് ആണ്. ഈ ജുറാസിക് പാർക്ക് എന്ന ഫസ്റ്റ് പടം എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കൊമേഴ്ഷ്യൽ സിനിമകളിലൊന്നാണ്. ഇവരെ കൊണ്ട് നമ്മൾ കുറച്ചധികം പ്രതീക്ഷിച്ചു, പക്ഷേ ഇവർക്കും ഒന്നും ചെയ്യാൻ. അതെ, ഗാരത്ത് എഡ്വേർഡ്സിനെ കൊണ്ട് പോലും പറ്റുന്നില്ല എന്ന അവസ്ഥയിൽ വല്ലാണ്ട് ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഉറങ്ങിപ്പോയി. അതായത് ലിറ്ററലി ഒരു ജുറാസിക് പാർക്ക് പടം ഡൈനോസോർ വരുമ്പോൾ പോടാ ശബ്ദം ഉണ്ടാക്കരുത്, ഞാൻ കുറച്ച് ഉറങ്ങട്ടെ എന്ന് പറയേണ്ട അവസ്ഥയിലെത്തിയ സിനിമയായിരുന്നു. അല്ല, ഒരുപാട് ഫാറ്റായ ഭക്ഷണം കഴിച്ചിട്ട് ഫാറ്റായി പോയി അവസാനം ടീറസ്കൂലായിപ്പോയി. മറ്റേ ഞാനാണെങ്കിൽ 4D തിയേറ്ററിലായതുകൊണ്ട് ഇവന്മാർ ഉറങ്ങാൻ സമ്മതിക്കത്തില്ല. അങ്ങനത്തെ അവസ്ഥയായിരുന്നു. അപ്പൊ അതുകൊണ്ട് മാത്രം ഹോളിവുഡിൽ നിന്ന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഹോളിവുഡിൽ വേറെ ഡിസപ്പോയിന്റിംഗ് പടങ്ങൾ വേറെ ഉണ്ടായിരുന്നു, പക്ഷേ എന്നാലും പ്രതീക്ഷയിൽ ഡിസപ്പോയിന്റ്മെന്റ് നമ്മൾ അങ്ങനെ ചെയ്തതാണ്. സോ നമ്മുടെ ഈ ലിസ്റ്റിലെ ഒന്നാമത്തെ സിനിമ, ഒന്നാമനിവിടെ കൂട്ടത്തിൽ കൊമ്പനിവിടെ. അതായത് ഈ സിനിമ എന്തുകൊണ്ട് നമ്മൾ ഒന്നാമത് വെച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവർ എക്സ്പെക്ടേഷൻ നമ്മളെ സങ്കടപ്പെടുത്തി അതായത് നമ്മളെ നിരാശപ്പെടുത്തി, നമ്മളെ രണ്ടൊന്നല്ലേ. അതായത് സിനിമ നമ്മൾ കാണുന്നതിന് മുമ്പ് സിനിമയുടെ ട്രെയിലർ റിയാക്ഷനിൽ ഭയങ്കര ഹൈ ആയിരുന്നു. ഗംഭീര, ഇത് മറ്റേ അടിച്ച് 1000 കോടി അടിക്കുന്ന ആദ്യത്തെ തമിഴ് സിനിമയായിരിക്കും എന്ന് വരെ പറഞ്ഞ അവസ്ഥയുണ്ടായിരുന്ന സിനിമയായിരുന്നു ലോകേഷ് കനകരാജിൻ്റെ കൂലി. ഈ സിനിമയുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ 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 പരിതാപകരമായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു ലോകേഷ് കനകരാജ് എന്തോ ഭയങ്കര ഒരു ദേഷ്യത്തോടെ, അതായത് ഈ തലവരുടെ കരിയർ ഞാൻ നശിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടെടുക്കുന്ന പോലത്തെ ഒരു പടം. കാര്യം അത്രയും നാളും, അതായത് ആ പുള്ളി ഇതുവരെ ചെയ്ത പടങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ പുള്ളിയുടെ കരിയറിൽ ഇത് ലോകേഷ് എടുത്ത പടമാണെന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയുന്ന ലെവൽ സാധനമായിരുന്നു. മറ്റേത് പറഞ്ഞ പോലെ ഇത് ലോകേഷിന്റെ പടങ്ങളുടെ ഒരു സ്പൂഫായിട്ട്. അതെ അതെ അതെ, അത് തന്നെ നമ്മൾ കാര്യം ഒന്ന് ആലോചിക്കുകയാണ്. ആ സിനിമ കാണാൻ പോകുമ്പോൾ ഉള്ള ഭയങ്കര എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ ലോകേഷിൻ്റെ സിനിമയാണ്. പുള്ളിക്കാരൻ എന്തെങ്കിലും ഒരു എലമെൻറ്റ് നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ടാവും. ഒരൊറ്റ എലമെൻറ്റ് പോലും ഇല്ല. ഈ ആൾക്കാർ കുറേ പേര് കൈയടിച്ച ആ ഫ്ലാഷ് ബാക്കിൽ സീൻ നല്ലായിരുന്നു പറഞ്ഞ പോലും എനിക്ക് വർക്കായില്ല. ഓക്കെ, എയിൽ പുള്ളി ഈ പറഞ്ഞ പുള്ളി DIG ഒക്കെ ചെയ്ത് പുള്ളിയെ വൃത്തിയായിട്ട് കാണിച്ചു. ഓക്കെ, മ്യൂസിക് കാരണം കുറച്ചുകൂടെ മ്യൂസിക് ആ സീൻ ഇങ്ങനെ കണ്ടു. അതൊരു റീലാണ്, ആ റീൽ കണ്ടു, അത്രേ ഉള്ളൂ.
ആ റീൽ കാണാനല്ല ഞാൻ പോയത്. റീല് കാണാൻ നമുക്ക് അച്ചിയുടെ പടമുണ്ട്, അത്തിലെ പടമുണ്ട്. അപ്പോൾ അത് നമ്മൾ ലോകേഷ് ചെയ്യണ്ട. അപ്പോൾ അതാണ് പ്രശ്നം. ലോകേഷിൻ്റെ സിനിമയുണ്ട്, പക്ഷെ അത് എന്നെക്കാൾ കൂടുതൽ ഡിസപ്പോയിന്റ് ആളാണ് ഞാൻ. ലോകേഷ് ഫാൻ അല്ല, ബട്ട് ഒരു ഡീസന്റ് ആക്ഷൻ പടം കാണാൻ പറ്റുന്ന. അതെ, നമുക്കത് അറിയാലോ. പുള്ളി ഇപ്പം ഭയങ്കര ബ്രഹ്മാണ്ഡ പടം അല്ലെങ്കിൽ പുള്ളിയുടെ പടത്തിനകത്തൊരു പരിപാടി ഉണ്ട്, ഒരു ക്രാഫ്റ്റ് ഉണ്ട്, ഒരു പരിപാടി ഉണ്ടെന്നുള്ള ഭയങ്കര വിശ്വാസം ചെന്ന് നമ്മളെ തകർത്ത് തരിപ്പണമാക്കി പറഞ്ഞു വിട്ട ഒരവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് ആ സിനിമ നമ്മൾ ഒന്നാമത് കൊണ്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ ലിസ്റ്റിലെ വേസ്റ്റ് പടമല്ല. അതെ, എനിക്കൊന്ന് ഈ ലിസ്റ്റിലെ ഭേദപ്പെട്ട പടം. ഈ ലിസ്റ്റിലെ അതെ, അങ്ങനെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എന്നാലും എനിക്ക് എല്ലാം ഈ ലിസ്റ്റിലെ ഭേദപ്പെട്ട പടം. ഞാൻ ഈ ലിസ്റ്റിൽ എല്ലാ പടത്തിനും കൂടെ ഒറ്റ നമ്പറിലായിട്ടിരിക്കുന്നത്. അത് അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ ഇത് പറയുമ്പോൾ നമുക്കിങ്ങനെ ഒരു ഓർഡറിൽ പറയണം എന്നുള്ളതുകൊണ്ട് മ്യൂസിക് എങ്കിൽ അതെ അതെ ശരിയാ. മ്യൂസിക് പടത്തിന്റെ പ്ലസ് പോയിന്റ് പറയണമെങ്കിൽ ആ പടത്തിന്റെ മ്യൂസിക് എനിക്കതിന്റെ ആ ഫുൾ ആൽബം ഭയങ്കര ഇഷ്ടമാണ്. ഞാനതിൽ ഒരുപാട് തവണ റിപ്പീറ്റ് കേട്ട പാട്ടുകളുണ്ട്. പക്ഷെ പടത്തിൽ ഇതൊക്കെ ഇങ്ങനെ വന്ന് ഓഫായി പോയത്. പിന്നെ ഈ പറയുന്ന പോലെ പലരും ചോദിക്കാം എന്തുകൊണ്ട് വൃഷഭ ഇൻക്ലൂഡ് ചെയ്തില്ല എന്ന്. പക്ഷേ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. സോ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ വളരെ വേഴ്സ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്ന സിനിമകളാണ് ഇതൊക്കെ. വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ഡിസപ്പോയിൻ്റ് ചെയ്ത സിനിമകളുണ്ട്, വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് എന്ന സിനിമകളുണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ ഉറക്കിയ സിനിമയുണ്ട്, എല്ലാം ഉണ്ട് ഇതിനകത്ത്. അപ്പം നിങ്ങളുടെ വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള നിങ്ങളുടെ വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് സിനിമകൾ ഈ ലിസ്റ്റിലില്ലെങ്കിൽ അതിനർത്ഥം ഇതിലും കുറച്ചുകൂടെ ഭേദമായിരുന്നായിരിക്കാം. അതെ അതെ, നിങ്ങളുടെ പടങ്ങളെ നിങ്ങൾക്ക് വേഴ്സ്റ്റ് ആയിട്ട് തോന്നിയ പടങ്ങൾ നിങ്ങൾ കമൻറ്റിൽ പറയൂ. പിന്നെ എല്ലാവരും വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, പിന്നെ ഹൈപ്പൊക്കെ ചെയ്യണം കേട്ടോ. അതെ അതെ, പറയാൻ മറന്നാലും നിങ്ങൾ ചെയ്യാൻ മറക്കരുത്. അതാണ് എൻ്റെ പ്രത്യേകത. പുതുവർഷമാണ്, നമുക്ക് 5000 സബ്സ്ക്രൈബേഴ്സിലേക്ക് കുതിക്കണം. 4000 ആയില്ല, 4000 ആവാൻ കുറച്ച് പേരുടെ മതി. ഇന്നാക്കി തരും. അപ്പോൾ നമ്മൾ 5000ത്തിലേക്ക് കുതിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ വർഷത്തെ മൈൽ സ്റ്റോൺ. അതെ, നമ്മളൊരു വർഷത്തിൽ 1000 സബ്സ്ക്രൈബേഴ്സാണ് അവിടെ ഈ വർഷം നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് പടിപടിയായിട്ട് കയറിയാൽ മതി. അത്രയാണ് നമ്മുടെ ആവശ്യം.